ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് പാൽക്കപ്പ. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 3/4 കിലോ കപ്പ ഇതുപോലെ അരിഞ്ഞെടുത്തിരിക്കും. പിന്നെ 1 കപ്പ് ഒന്നാം പാല്, 2 കപ്പ് രണ്ടാം പാല്, തേങ്ങാപ്പാലിൻ്റെ കാര്യം പറയും. ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കടുക്. ഈ ഉള്ളി അരിഞ്ഞെടുക്കാനുള്ളതാണ്. ഇത്രയും സാധനം വറുതാളിക്കാനുള്ളതാണ്. വറ്റൻമുളക്, വേപ്പില. ഇത് ചതച്ചെടുക്കാനുള്ളതാണ്. പച്ചമുളക്, ഇഞ്ചി, ഉള്ളി. അപ്പോൾ നമ്മൾ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി, പച്ചമുളക്, ഉള്ളി ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൊസീഡിയറിലോട്ട് കിടക്കാം. നെക്സ്റ്റ് പ്രൊസീഡിയറിലോട്ട് കിടക്കാം. ഇവിടുത്തെ ഏറ്റവും പ്രധാന പ്രശ്നം ഈ ചീനി നല്ല വേവുന്ന ചീനി ആയിരിക്കണം. വേവുന്ന ചീനി അല്ലെങ്കിൽ ഈ സംരംഭം ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചീനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പുഴുങ്ങാൻ വെച്ചിരിക്കുക. ഉപ്പ് നമ്മളിപ്പോൾ ഇടരുത്, ഒരുമാതിരി വേവായി കഴിഞ്ഞിട്ട് ഉപ്പിട്ടാൽ മതി. അപ്പോൾ നമ്മൾ ഈ ചീനി തിളപ്പിച്ച് വെള്ളം ഊറ്റി കളയണതിൽ ഒരു കാര്യമുണ്ട്. ഇതിൽ ഈ ചീനിയുടെ അകത്ത് ഒരിച്ചിരി സൈനൈഡ്, അപ്പോൾ അതൊരു വിഷാംശമുള്ള ഒരു സംഭവമാണ്. അങ്ങനെയാണ് ഈ ഇടയ്ക്ക് കുറച്ച് പശുക്കൾ ചീനിയില നിന്ന് ചത്തുപോയത് അങ്ങനെ. അപ്പോൾ ആ അംശം കളയാനായിട്ട് ഉള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഇത് ഇച്ചിരി വെള്ളം വെച്ച് തിളപ്പിച്ച് ആ വെള്ളം ഊറ്റിക്കളയുക. ഇനി നമുക്കിതൊന്ന് വേകുന്ന ചീനിയാണെന്ന് നോക്കാം. വേകുന്ന ടൈപ്പാണ്. അപ്പോൾ ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പിടുക. ആദ്യമായിട്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് പിന്നെ നമുക്ക് അവസാനം നോക്കാം. ഒരു ചീനി എടുത്ത് നമുക്ക് അതിൻ്റെ ഉപ്പൊന്ന് നോക്കിക്കളയാം. ഉപ്പ് ഇച്ചിരി കൂടെ വേണം. അത് നമുക്ക് പാലൊഴിച്ച് തിളപ്പിക്കുമ്പോൾ ഇടാം. അപ്പോൾ നമുക്കിതൊന്ന് ഊറ്റാം. ഇപ്പോൾ 2 കപ്പ് തേങ്ങാപ്പാലാണ് ആ ചൂടാകാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റേതിൽ ഉപ്പ് ഇച്ചിരി കുറവായിരുന്നുകൊണ്ട് ഒരിച്ചിരി കൂടെ ഉപ്പിടാം. ഇതിലോട്ട് നമ്മൾ പുഴുങ്ങി ഊറ്റി വെച്ചിരിക്കുന്ന ചീനി ഇടുക. അപ്പോൾ ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, ഇഞ്ചി അത് ഇതിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യും. ആ ഇളക്കണ കൂട്ടത്തിൽ ഇതൊക്കെ ഒന്ന് ഒതുക്കെ ഉടച്ചു കൊടുക്കും. നല്ലപോലെ വേഗണ ഉപ്പയാണെങ്കിൽ നമുക്ക് ഈ കൺസിസ്റ്റൻസി കിട്ടത്തുള്ളൂ. വേഗാത്ത ഉപ്പയാണെങ്കിൽ ഇങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇടക്ക് പറഞ്ഞത്. ഈ വേഗാത്ത കപ്പയാണെങ്കിൽ ആ സംരംഭം അങ്ങ് ഉപേക്ഷിക്കും. നമ്മുടെ ഇത് ഒരുമാതിരി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒന്നാം പാൽ ഒഴിക്കുക. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് പിന്നെ കൂടുതൽ തിളപ്പിക്കാനൊന്നും പറ്റരുത്. തിളപ്പിക്കാനൊന്നും പോകരുത്. ജസ്റ്റ് ഒന്ന് തിളക്കുക, അപ്പോഴേ നിർത്തുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അടുത്ത വറുതാളിക്കാനുള്ള സംഭവങ്ങളുടെ പണിപ്പുരയിലോട്ട് പോവാം. ഇപ്പോൾ 1 കപ്പ് ഒന്നാം പാൽ ഒഴിച്ച് ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളക്കണം. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നിർത്തണം. എന്ന് പറഞ്ഞാൽ ഇത് ആറിക്കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കട്ടിയാകും. ഇപ്പോൾ ഇത് നമ്മൾ ഓഫ് ചെയ്യുക. അടുത്ത ചീനച്ചട്ടി ചൂടാകാൻ വെച്ച് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ ആദ്യം കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് വേപ്പില ഇടുക. വേപ്പില ഇടുക. ഇനി ഇതിലേക്ക് ഉള്ളി ഇടുക. ഉള്ളി ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴേക്ക് ഇളക്കുക.
വറ്റൻമുളകും അതിൻ്റെ അകത്തോട്ട്. അപ്പം നമ്മൾ ഈ സമയത്ത് ഇതിന് ഉപ്പ് പോരായെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൊരു ഇച്ചിരി ഉപ്പിട്ട് കൊടുത്താലും മതി. അപ്പം ഞാൻ നോക്കിയിട്ട് ഉപ്പ് വലിയ കുഴപ്പമില്ല, അതുകൊണ്ട് ഇതിൽ ഉപ്പിട്ടിട്ടില്ല. ഇപ്പോൾ ഈ ഉള്ളി ഒരുമാതിരി പരുവായിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ കോരി നമ്മുടെ മദർ പോട്ടിലോട്ടിടുക. അപ്പം അത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റും. നമുക്കിനി ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. സാധാരണ ഇത് നമ്മൾ നോൺ വെജിറ്റേറിയൻ ഐറ്റംസും കൂട്ടിയാണ് കഴിക്കുന്നത്. ഒന്നുകിൽ മീൻകറി, അല്ലെങ്കിൽ ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, ഇതൊക്കെ ചേർത്താണ് കഴിക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പി അനുസരിച്ച് നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.